നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചിത്രലേഖ വീണ്ടും ഉപവാസ സമരത്തിൽ. ഓട്ടോ കത്തിച്ച പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. സമരത്തിന് പിന്തുണയുമായി വിവിധ ദളിത് സംഘടനാ നേതാക്കളും രംഗത്ത്. ആദ്യം മാറേണ്ടത് മുഖ്യമന്ത്രി തന്നെ, പിന്നീട് മറ്റുള്ളവരെ മാറ്റേണ്ട കാര്യം ആലോചിക്കണമെന്ന് കെ സുധാകരൻ. മന്ത്രിസഭാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയവെയായിരുന്നു സുധാകരന്റെ പ്രതികരണം. ഇത്തിരി സഹായം ഒത്തിരി വെളിച്ചം. നിർധന വീടുകളിൽ വെളിച്ചമെത്തിച്ച് KEWSA. ഇത് 10 വർഷത്തെ മാതൃകാപരമായ സേവനം. 40 വീടുകളിൽ പ്രകാശിക്കുന്നത് നന്മയുടെ തെളിച്ചം. വാർത്തകൾ വിശദമായി. കണ്ണൂരിലെ ദളിത് ഓട്ടോ ഡ്രൈവർ ചിത്രലേഖ വീണ്ടും ഉപവാസ സമരത്തിൽ. ഓട്ടോറിക്ഷ കത്തിച്ച പ്രതികളെ പിടികൂടാത്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് ചിത്രലേഖ കണ്ണൂർ കാട്ടാമ്പള്ളിയിലെ വീട്ടുമുറ്റത്ത് ഉപവാസ സമരം ആരംഭിച്ചത്. ഉപവാസം ദളിത് പ്രവർത്തകനും യൂത്ത് കോൺഗ്രസ് മുൻ നേതാവുമായ VR അനൂപ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓട്ടോ കത്തിച്ച ആളുകളുടെ CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിട്ടും പോലീസ് നടപടിയെടുക്കാതിരിക്കുന്നതിന്റെ കാരണം ചിത്രലേഖയെ പോലെ ഒരു സ്ത്രീയോട് ഇത്രയൊക്കെ മതി എന്ന് പറയുന്ന ഭരണകൂടത്തിന്റെ പോലീസ് സംവിധാനത്തിന്റെ മനോഭാവം. ഇക്കഴിഞ്ഞ മാസം 25-ന് പുലർച്ചെയാണ് ചിത്രലേഖയുടെ കാട്ടാമ്പള്ളിയിലെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ അഗ്നിക്കീരിയാക്കിയത്. സംഭവത്തിന് പിന്നിൽ CPM പ്രവർത്തകരാണെന്ന് ആരോപിച്ച് ചിത്രലേഖ വളപട്ടണം പോലീസിൽ പരാതി നൽകിയിരുന്നു. പ്രതികളെ സംബന്ധിച്ച സൂചനകളും ചിത്രലേഖയും കുടുംബവും പോലീസിന് കൈമാറിയിരുന്നു. ഫോറൻസിക് വിദഗ്ധരും വിരൽ അടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു. എന്നാൽ സംഭവം നടന്ന് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും പ്രതികളെ പിടികൂടാത്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് ചിത്രലേഖ വീട്ടുമുറ്റത്ത് ഉപവാസ സമരം ആരംഭിച്ചത്. പ്രതികളെ പിടികൂടുന്നതുവരെ സമരം തുടരാനാണ് ചിത്രലേഖയുടെ തീരുമാനം. വിവിധ ദളിത് സംഘടനകളും നേതാക്കളും പൊതുപ്രവർത്തകരും സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചെത്തി. റിയാദിൽ നിന്ന് കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരനിൽ നിന്ന് 59.65 ലക്ഷം രൂപയുടെ സ്വർണം പിടികൂടി. കണ്ണൂർ സ്വദേശി റഷീദിൽ നിന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ സ്വർണം പിടികൂടിയത്. സ്വർണ്ണ മിശ്രിതം ഗുളിക രൂപത്തിൽ ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത്. വെള്ളിയാഴ്ച രാത്രി 9-ഓടെയാണ് ഇയാൾ കണ്ണൂരിൽ വിമാനമിറങ്ങിയത്. സംശയം തോന്നി കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ 4 സ്വർണ്ണ മിശ്രിതം ഗുളിക രൂപത്തിൽ ശരീരത്തിൽ ഒളിപ്പിച്ചതായി സമ്മതിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ വിശദ പരിശോധനയിൽ ഇവ കണ്ടെടുക്കുകയും ചെയ്തു. 995.91 ഗ്രാം വരുന്ന സ്വർണത്തിന് 53,65,501 രൂപ വില വരുമെന്ന് കസ്റ്റംസ് അറിയിച്ചു. അസിസ്റ്റന്റ് കമ്മീഷണർ VB സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിലായിരുന്നു കസ്റ്റംസ് സ്വർണം പിടികൂടിയത്. സൂപ്രണ്ടുമാരായ ബാബു, ദീപക് മീണ, ഇൻസ്പെക്ടർമാരായ രാധാകൃഷ്ണൻ, ഷെമി ജോസ്, രാജശേഖർ റെഡ്ഡി, ഗൗരവ് സിക്കേറവർ, നിതേഷ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കല്യാശ്ശേരിയിൽ നിന്നും 15 ഗ്രാം കഞ്ചാവ് പിടികൂടി. തളിപ്പറമ്പ് സ്വദേശി ഷംസീറിനെതിരെ NDPS ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിലും പ്രതിയാണ്. പാപ്പിനിശ്ശേരി എക്സൈസ് റേഞ്ച് ഓഫീസിലെ പ്രിവെന്റീവ് ഓഫീസർ ജോർജ് ഫെർണാണ്ടസും സംഘവുമാണ് കല്യാശ്ശേരി ഭാഗങ്ങളിൽ റെയ്ഡ് നടത്തിയത്. കല്യാശ്ശേരി, ധർമ്മശാല, തളിപ്പറമ്പ് ഭാഗങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നതിൽ പ്രധാന കണ്ണിയാണ് പിടിയിലായ ഷംസീർ. നിരവധി NDPS കേസുകളിലും ക്രിമിനൽ കേസുകളിലും ഉൾപ്പെട്ട വ്യക്തിയാണ് എന്നും പോലീസ് പറഞ്ഞു. റെയ്ഡിൽ പ്രിവെന്റിംഗ് ഓഫീസർ ഗ്രേഡ് മനോഹരൻ, PP സിവിൽ എക്സൈസ് ഓഫീസർ വിവേക് MK, രജുരാജ് PP, യേശുദാസൻ P എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. വലിയന്നൂരിൽ ബസ്സും ആംബുലൻസും കൂട്ടിയിടിച്ച് അപകടം. 2 പേർക്ക് പരിക്കേറ്റു. വലിയന്നൂർ ഒരേക്കുന്ന് ബസ് സ്റ്റോപ്പിന് മുന്നിൽ രാവിലെയാണ് അപകടം നടന്നത്. ഹോളി മൗണ്ട് റീഹാബിലിറ്റേഷൻ സെന്ററിലെ ആംബുലൻസും കണ്ണൂരിൽ നിന്ന് പോവുകയായിരുന്ന ഹരിശ്രീ ബസ്സും ആണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ആംബുലൻസ് ഡ്രൈവർക്കും സിസ്റ്റർ സുരേഷക്കുമാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ 8:30ഓടെയായിരുന്നു അപകടം നടന്നത്. ഹോളി മൗണ്ട് റീഹാബിലിറ്റേഷൻ സെന്ററിലെ സിസ്റ്റർ സുരേഷയെ ബസ് സ്റ്റോപ്പിൽ ഇറക്കാൻ വരികയായിരുന്നു ആംബുലൻസ്. ഇൻഡിക്കേറ്റർ തെളിയിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് തിരിക്കുന്ന സമയത്ത് കണ്ണൂരിൽ നിന്നും ഇരിട്ടിയിലേക്ക് പോവുകയായിരുന്ന ശ്രീഹരി ബസ് ഇടിക്കുകയായിരുന്നു എന്ന് അപകടം നേരിൽ കണ്ട പ്രദേശവാസി പറഞ്ഞു. ഏതാ ബസ് ഏതാ?
പരുക്കേറ്റ ആംബുലൻസ് ഡ്രൈവർ ഷിൻസണെയും സിസ്റ്റർ സുരേഷയെയും കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചക്രക്കല്ല് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി ഒരിടവേള. ഇടവേളക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിത്രലേഖ വീണ്ടും ഉപവാസ സമരത്തിൽ. ഓട്ടോ കത്തിച്ച പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. സമരത്തിന് പിന്തുണയുമായി വിവിധ ദളിത് സംഘടനാ നേതാക്കളും രംഗത്ത്. ആദ്യം മാറേണ്ടത് മുഖ്യമന്ത്രി തന്നെ, പിന്നീട് മറ്റുള്ളവരെ മാറ്റേണ്ട കാര്യം ആലോചിക്കണമെന്ന് കെ സുധാകരൻ. മന്ത്രിസഭാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയവെയായിരുന്നു സുധാകരന്റെ പ്രതികരണം. ഇത്തിരി സഹായം ഒത്തിരി വെളിച്ചം. നിർധന വീടുകളിൽ വെളിച്ചമെത്തിച്ച് KEWSA. ഇത് 10 വർഷത്തെ മാതൃകാപരമായ സേവനം. 40 വീടുകളിൽ പ്രകാശിക്കുന്നത് നന്മയുടെ തെളിച്ചം. ജിമാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യൂ. നറുക്കെടുപ്പിലൂടെ ജിമാർട്ട് ഗോൾഡ് ഗാല ഓഫർ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ്, 1 കിലോ സ്വർണം, 5 മാരുതി ഇഗ്നിസ് കാറുകൾ നേടും. കൂടാതെ ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. നന്ദില ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും. കേരളത്തിന്റെ പ്രദർശന ചരിത്രത്തിൽ മാണിക്യക്കല്ല് പോലെ തിളങ്ങുന്ന കണ്ണൂരിന്റെ മണ്ണിൽ പുതുചരിത്രം രചിക്കാൻ DJ അമ്യൂസ്മെന്റ് അവതരിപ്പിക്കുന്ന ഓണം ഫെയർ ടൈറ്റാനിക് എക്സിബിഷൻ. അനശ്വര പ്രണയത്തിന്റെ അടയാളമായ ടൈറ്റാനിക് കപ്പലിന്റെ നേർപകുതി പടുകൂട്ടൻ പ്രവേശന കവാടം. കാഴ്ചക്കാരെ അമ്പരിപ്പിക്കാൻ പ്രണയിനികളുടെ നിശ്ചല ഛായാചിത്രത്തോടെ ടൈറ്റാനിക് കപ്പലിന്റെ മുകൾ പരപ്പ്. അമ്യൂസ്മെന്റ് പാർക്ക്, വ്യാപാര വിപണന സ്റ്റാളുകൾ. ഇന്ത്യൻ പ്രദർശന ചരിത്രത്തിലെ കുലപതികളായ DJ അമ്യൂസ്മെന്റ്. നോഹയുടെ പേടകത്തിനും ലണ്ടൻ ബ്രിഡ്ജിനും ശേഷം കണ്ണൂരിലെ ജനതയെ പരിചയപ്പെടുത്തുന്ന അത്ഭുത ലോകം. പ്രദർശനം ആഗസ്റ്റ് 11 മുതൽ കണ്ണൂർ പോലീസ് മൈതാനിയിൽ. പ്രദർശന സമയം 11 മണി മുതൽ രാത്രി 9:30 വരെ. കേട്ടറിഞ്ഞ ടൈറ്റാനിക് ഇനി നിങ്ങൾക്ക് മുന്നിൽ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc ഇൻ ഫാഷൻ ഡിസൈനിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ജനങ്ങളുടെ വിശ്വസ്തത നേടിയെടുത്ത ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക്. 13 ബ്രാഞ്ചുകളിലായി വിവിധ തരം വായ്പകൾ. സ്വത്ത് പണയ വായ്പ 50 ലക്ഷം രൂപ വരെ, ഭവന വായ്പ 25 ലക്ഷം രൂപ വരെ, എക്സ്പ്രസ് വായ്പ 50,000 രൂപ വരെ, വാഹന വായ്പ 10 ലക്ഷം രൂപ വരെ, ഗോൾഡ് ലോൺ 25 ലക്ഷം രൂപ വരെ, കൺസ്യൂമർ ലോൺ 2 ലക്ഷം രൂപ വരെ,
കാർഷിക സ്വർണ്ണ പണയ വായ്പ 7% പലിശ നിരക്കിൽ. കൂടാതെ 3 ലക്ഷം രൂപ വരെ സലയുള്ള ചിട്ടി മാതൃകയിലുള്ള MDS പദ്ധതി. നിക്ഷേപങ്ങൾക്ക് സർക്കാർ ഗ്യാരണ്ടിയും ആകർഷകമായ പലിശയും. 100ഓളം പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ, ഒപ്പം ഷോപ്പിംഗ് കോംപ്ലക്സിൽ വാടകയ്ക്ക് മുറികൾ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതയാണ്. സാധാരണക്കാരുടെ മനസ്സറിഞ്ഞ ബാങ്ക് ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്. ഹെഡ് ഓഫീസ് മേലെ ചൊവ്വ, കണ്ണൂർ. വാർത്തകൾ തുടരുന്നു. മന്ത്രിസഭാ പുനഃസംഘടനയിൽ ആദ്യം മാറേണ്ടത് മുഖ്യമന്ത്രിയെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ MP. മന്ത്രിമാരെ മാത്രം മാറ്റിയതുകൊണ്ട് കാര്യമില്ല എന്നും മന്ത്രിസഭയുടെ മുഖം മുഖ്യമന്ത്രിയാണ്, അതാണ് ആദ്യം മാറേണ്ടത് എന്നും സുധാകരൻ പറഞ്ഞു. കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗവൺമെന്റിന്റെ പരാജയവും വിജയവും മന്ത്രിമാരെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. ഈ സർക്കാർ 100% പരാജയമാണ്. ആ പരാജയത്തിന്റെ ഉത്തരവാദിത്വം മന്ത്രിമാർക്കാണെന്നാണല്ലോ ഞങ്ങൾ കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് മന്ത്രിമാരെ മാറ്റേണ്ടത് ആവശ്യമായിരിക്കാം. അത് ഇടതുപക്ഷ തീരുമാനിക്കേണ്ടത് ഞങ്ങളല്ല. അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. കൊള്ളാവുന്നവരെ വെക്കാൻ പറ്റുമെങ്കിൽ നല്ലത്, നാടിനും നല്ലത്, അവർക്കും നല്ലത്, നമുക്കും നല്ലത്. മുഖ്യമന്ത്രി കൂടി മാറേണ്ടതുണ്ട് എന്നൊരു അഭിപ്രായമുണ്ടോ? 100%. ആദ്യം സത്യത്തിൽ മാറേണ്ടത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി മാറാതെ മന്ത്രിമാർ മാറിയിട്ടൊന്നും കാര്യമില്ല. മുഖ്യമന്ത്രിയാണ് ഭരണത്തെ നിയന്ത്രിക്കുന്നത്. ഈ ഭരണത്തിൻ്റെ എന്താ പറയുക, പൊതു സ്വഭാവത്തിൻ്റെ പ്രതിച്ഛായ മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായയാണ്. അത് കേരളത്തിന് ആശാസ്യകരമല്ല. കേരളം കണ്ട ഏറ്റവും കൊള്ളാത്ത മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ മാത്രമല്ല, അത് CPMന്റെ താഴെത്തട്ടിലുള്ള സാധാരണ പ്രവർത്തകന്മാർ പോലും അത് അംഗീകരിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ സർക്കാരിനെതിരെ വിമർശനം ഉയർന്നു. തുരുമ്പിച്ച മന്ത്രിസഭയെന്ന് വിശേഷിപ്പിച്ചത് ബേബിയും ഐസക്കുമാണെന്നും K. സുധാകരൻ പറഞ്ഞു. തുരുമ്പിച്ച മന്ത്രിസഭയെന്ന് ഞാനല്ല, ഞങ്ങളല്ല പറഞ്ഞത്, അത് തോമസ് ഐസക്കാണ്. MA ബേബിയാണ് അതിനെ വിമർശിച്ചത്. അവർ വിമർശിച്ച MA ബേബിയും MA ബേബിയും തോമസ് ഐസക്കും വിമർശിച്ച ഒരു മന്ത്രിസഭയാണ് ഇടതുപക്ഷ മന്ത്രിസഭ എന്ന് പറയുമ്പോൾ ആ മന്ത്രിസഭയെക്കുറിച്ച് ജനം ഒന്ന് വിലയിരുത്തിയാൽ മതി. ഞങ്ങളും അതേ അഭിപ്രായം പറയുന്നിട്ടുള്ളൂ. അതുകൊണ്ട് നന്നാവാൻ സാധിക്കുമെങ്കിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ മാറുന്നതാണ് ഇടതുപക്ഷത്തിന് നല്ലത്, നാടിനും നല്ലത്. LDFിലെ കലഹം അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. അതിൽ തലയിടാൻ UDF ഇല്ലെന്നും KPCC പ്രസിഡന്റ് K. സുധാകരൻ MP കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കണ്ണൂർ കോർപ്പറേഷൻ അടിയന്തര കൗൺസിൽ യോഗം ചേർന്നു. സിറ്റി ഗ്യാസ് വിതരണത്തിനായി റെഗുലേഷൻ സ്കിഡ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതി പരിഹരിക്കുന്നതിനാണ് അടിയന്തര യോഗം ചേർന്നത്. യോഗത്തിൽ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നതിനായി കമ്മിറ്റി യോഗവും ചേർന്നു. ചേലോറിയിൽ സിറ്റി ഗ്യാസ് വിതരണം ചെയ്യുന്നതിന് ഡിസ്ട്രിക്ട് റെഗുലേഷൻ സ്കിഡ് സ്ഥാപിക്കുന്നതിനായി ഭൂമി പാട്ടത്തിന് അനുവദിച്ചു കിട്ടുന്നതിന് ഇന്ത്യൻ ഓയിൽ അദാനി ഗ്യാസ് പ്രൈവറ്റ് ലിമിറ്റഡിന് വേണ്ടി ജിതേഷ് രാധാകൃഷ്ണൻ എന്നയാൾ നേരത്തെ അപേക്ഷ സമർപ്പിച്ചിരുന്നുവെങ്കിലും സ്റ്റിയറിംഗ് കമ്മിറ്റി അത് തള്ളുകയാണ് ഉണ്ടായത്. അതേ തുടർന്ന് ജിതേഷ് രാധാകൃഷ്ണൻ സമർപ്പിച്ച പുനരപേക്ഷ പരിഗണിക്കുന്നതിനാണ് അടിയന്തര കൗൺസിൽ യോഗം ചേർന്നത്. 2023-24 വാർഷിക പദ്ധതിയിൽ കുടുംബ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള ഉപഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നതിനായി വാർഡ് കമ്മിറ്റി യോഗം വിളിച്ചു ചേർക്കുന്ന വിഷയവും കൗൺസിൽ മുമ്പാകെ ചർച്ചയ്ക്ക് വന്നു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. നിപ്പ ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. 18 മുതൽ ഓൺലൈൻ ക്ലാസുകൾ മാത്രമായിരിക്കും നടക്കുക. സ്കൂൾ, സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾ, അംഗനവാടി എന്നിവയ്ക്കും അവധി ബാധകമാണ്. എന്നാൽ പൊതുപരീക്ഷകൾ മാറ്റമില്ലാതെ നടക്കും. നിപ ജാഗ്രതയുടെ പശ്ചാത്തലത്തിലാണ് കോഴിക്കോട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ പൊതുപരീക്ഷകൾ മാറ്റമില്ലാതെ നടക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതേസമയം നിപ സംശയത്തെ തുടർന്ന് പരിശോധനയ്ക്ക് അയച്ച 11 സാമ്പിളുകൾ കൂടി നെഗറ്റീവാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. പോസിറ്റീവായ വ്യക്തിയുമായി അടുത്ത സമ്പർക്കം പുലർത്തിയവരാണിവർ. ഇതോടെ ഹൈറിസ്ക് വിഭാഗത്തിൽ 94 പേരുടെ ഫലം നെഗറ്റീവായി. ഹൈറിസ്ക് കാറ്റഗറിയിലുള്ള മുഴുവൻ പേരുടെയും പരിശോധന പൂർത്തിയാക്കും. കോഴിക്കോട് ജില്ലയിലെ എല്ലാ ഭാഗത്തു നിന്നും സാമ്പിൾ ശേഖരിക്കുകയാണ്. നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിൽ നിയന്ത്രണം കടുപ്പിച്ചിട്ടുണ്ട്. ആൾക്കൂട്ടം ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. ഉത്സവങ്ങൾ, പള്ളി പെരുന്നാൾ തുടങ്ങിയ ആഘോഷങ്ങൾ, ചടങ്ങുകൾ മാത്രമായി നടത്തണം. വിവാഹം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്കും നിയന്ത്രണമുണ്ട്.
10 ദിവസത്തേക്കാണ് നിയന്ത്രണം. വിവാഹം, സൽക്കാരം തുടങ്ങിയ പരിപാടികൾക്ക് പരമാവധി ആൾക്കൂട്ടം കുറയ്ക്കണമെന്നും ആളുകൾ കൂടുന്ന പരിപാടികൾക്ക് പോലീസ് അനുമതി വാങ്ങണമെന്നും പറയുന്നു. പൊതുയോഗങ്ങൾ മാറ്റിവെക്കാനും നിർദ്ദേശമുണ്ട്. ഇത്തിരി സഹായം ഒത്തിരി വെളിച്ചം പദ്ധതി പ്രകാരം നിർധന വീടുകളിൽ സൗജന്യമായി വെളിച്ചമെത്തിച്ച് KEWSA കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ മയ്യിലിൻ്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ 11 വർഷമായി നിർധന വീടുകളിൽ വെളിച്ചമെത്തിക്കുന്നത്. വയറിംഗ് ഉൾപ്പെടെയുള്ള ചിലവുകൾ എല്ലാം വഹിക്കുന്നത് സംഘടന തന്നെയാണ്. 2012 പ്രവർത്തനം ആരംഭിച്ച് 10 വർഷത്തിനിടെ യൂണിറ്റ് നേതൃത്വത്തിൽ വെളിച്ചമെത്തിച്ചത് 40ഓളം വീടുകളിലാണ്. യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യമായി വയറിംഗ് പ്രവൃത്തികൾ മാത്രമല്ല, വയറിംഗ് സംബന്ധമായ എല്ലാ സാധന സാമഗ്രികളും പ്രവർത്തകർ തന്നെ സൗജന്യമായാണ് എത്തിച്ചിരുന്നത്. പ്രവർത്തകരിൽ നിന്നും സ്വരൂപിക്കുന്ന തുകയും വയറിംഗ് സാധനങ്ങൾ വാങ്ങുന്ന ചില കടയുടമകളുടെ സഹായം കൊണ്ടുമായിരുന്നു ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. മയ്യിൽ യൂണിറ്റ് 2012 ആരംഭിച്ച് ഇന്ന് 11 വർഷം പൂർത്തിയായിരിക്കും. ഈ 11 വർഷ കാലയളവിൽ തന്നെ വിവിധങ്ങളായ കാരണം സമൂഹത്തിൽ നിർധനരായ ആൾക്കാർ വീട് വയ്ക്കുകയും ആ വീടുകളിൽ വൈദ്യുതി ഇല്ല എന്ന് ബോധ്യപ്പെടുന്ന അവരെ നമ്മളെ അംഗങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ അംഗങ്ങൾ വന്ന് നിർദ്ദേശിക്കുന്നതിനനുസരിച്ചിട്ട് സൗജന്യമായിട്ട് തന്നെ വയറിംഗ് ജോലികൾ നമ്മൾ ചെയ്തു കൊടുത്തിരുന്നു. കാലങ്ങളായി ചെയ്തുകൊണ്ടിരുന്നത് അത് തുടർന്ന് വരുന്ന ഓരോ കാലഘട്ടത്തിൽ കാരണം നമുക്കതൊരു പദ്ധതിയായി രൂപീകരിക്കണം എന്നതിൻ്റെ ഭാഗമായി തന്നെ 5 വർഷം മുന്നേ ഇത്തിരി സഹായം ഒത്തിരി വെളിച്ചം എന്ന ഒരു പദ്ധതി രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിൻ്റെ ഭാഗമായി ഏകദേശം 15ഓളം വീടുകൾ ആ ഒരു കാലഘട്ടത്തിൽ മാത്രം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് KEWSA എന്ന മയ്യിൽ യൂണിറ്റിന് സാധിച്ചിട്ടുണ്ട്. തുടർന്ന് ഇങ്ങോട്ടും ഏകദേശം 40ഓളം വീടുകൾ പൂർത്തീകരിച്ച് വൈദ്യുതീകരണ പ്രവർത്തനം പൂർത്തീകരിച്ച് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഈ ഒരു വീടിൻ്റെ ആരംഭഘട്ടം എന്നുള്ളതിൽ ആദ്യത്തെ ഘട്ടത്തിലേക്ക് ഇന്ന് കാലെടുത്ത് വെച്ചാണ്. ഇതിൻ്റെ പണി പൂർത്തീകരിക്കുന്നതോടുകൂടി ഏകദേശം 41 വീടുകൾ നമ്മുടെ ഇത്തിരി സഹായം ഒത്തിരി വെളിച്ചം പദ്ധതിയിലോടുകൂടി പൂർത്തീകരണം നടക്കുമെന്ന്. മയ്യിൽ, കുറ്റ്യാട്ടൂർ, കൊളച്ചേരി, നാറാത്ത് എന്നീ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന യൂണിറ്റിൽ 40 അംഗങ്ങളുമുണ്ട്. ഇത്തരം സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ യൂണിറ്റിലെ എല്ലാ അംഗങ്ങളെയും സജീവമായ സഹകരണമാണ് ഉണ്ടാകുന്നത്. വൈദ്യുതി സംരക്ഷണ പ്രവർത്തനത്തിന് ബോധവൽക്കരണം, ലഘുലേഖ വിതരണം, പഠന ക്ലാസ് എന്നിവയും യൂണിറ്റ് നേതൃത്വത്തിൽ നടത്തിവരുന്നു. നേരത്തെ തുടരുന്നതുപോലെ ഭാവി പ്രവർത്തനത്തിന്റെ ഭാഗമായി തുടർന്നും പാവപ്പെട്ടവരെ കണ്ടെത്തി ഇത്തിരി സഹായം ഒത്തിരി വെളിച്ചം പദ്ധതിയിലൂടെ അവരുടെ വീടുകളിൽ വെളിച്ചമെത്തിക്കുമെന്ന് KEWSA ജില്ലാ ജോയിന്റ് സെക്രട്ടറി PP ഷിബു പറഞ്ഞു. SKSBV SKJMUയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുനബി സ്നേഹം, സമത്വം, സഹിഷ്ണുത എന്ന പ്രമേയത്തിൽ സെപ്റ്റംബർ 16 മുതൽ ഒക്ടോബർ 15 വരെ നടത്തുന്ന റബീഹ് ക്യാമ്പയിന് തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം ചേംബർ ഹാളിൽ നടന്നു. ചടങ്ങിൽ PKP ഉസ്താദ് VK അബ്ദുൽ ഖാദർ മൗലവി അനുസ്മരണവും മൗലിദ് മജ്ലിസും പ്രാർത്ഥന നടന്നു. രാവിലെ കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും താലൂക്ക് കാൾടെക്സ് വഴി ചേംബർ ഹാളിലേക്ക് മൗലിദ് ജാഥ നടന്നു. മുഹമ്മദ് ഷെരീഫ് ബാഖഫി, അബ്ദുൽ സമദ് മുട്ടം, ഷാഫി ദ്വാരക, അബ്ദുൽ ഷുക്കൂർ ഫൈസി തുടങ്ങിയവർ നേതൃത്വം നൽകി. 1993 ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ മനുഷ്യൻ തന്നെയാണ്. UPയുടെ കിരീടം എന്റെ തലയിലാണ്. ജനങ്ങളുടെ കൂടാതെ കൂടി ജനങ്ങളിൽ വ്യതിരിക്തനായി ഈ കിരീടം ഒരാളെ തലയിൽ ഇരിക്കുള്ളൂ, ഈ ക്ലാസിന്റെ തലയിൽ പോകും. ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി, കോയോട് ഉമ്മർ മുസ്ലിയാർ, മാണിയൂർ അഹമ്മദ് മൗലവി, KKP അബ്ദുള്ള ഫൈസി, മുനീർ ഹുദവി, വിളയിൽ അസ്ലം തങ്ങൾ, അൽ മഷ്ഹൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇളയാവൂർ CHM ഹയർ സെക്കൻഡറി സ്കൂളിൽ ശാസ്ത്രോത്സവം 2023 സംഘടിപ്പിച്ചു. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പള്ളിയറ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. പുസ്തക പ്രകാശനം V ശിവദാസൻ MP നിർവഹിച്ചു. ഈ നമ്മുടെ ദിനോസറിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, മനുഷ്യന്റെ ഉത്ഭവത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു 5000 വർഷം മുമ്പുള്ള മനുഷ്യന്റെ പേര് രാജേഷ്, സന്തോഷ്, മുഹമ്മദ്, യൂസഫ്, പിന്നെ അല്ലെങ്കിൽ തോമസ്, ചാക്കോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായതായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യുന്നു. കേരളത്തിൽ ആദ്യമായി ദിനോസർ ചിത്രകലാ ശില്പകലാ പ്രദർശനം നടത്തിയ 8ാം ക്ലാസ് വിദ്യാർത്ഥി മൻമേഘ് V മലയാളത്തിലും ഇംഗ്ലീഷിലും രചിച്ച 2 പുസ്തകങ്ങളുടെ പ്രകാശനവും ശാസ്ത്രോത്സവത്തിൽ നടന്നു. 16 സ്ക്വയർ ഫീറ്റ് ക്യാൻവാസിൽ ചിത്രം വരച്ച് മൻമേഘ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം നേടിയിട്ടുണ്ട്. പലയിടങ്ങളിലും ചിത്ര പ്രദർശനവും നടത്തി. രാജീവ് ഗാന്ധി നാഷണൽ എക്സലൻസ് അവാർഡും മൻമേഘ് നേടിയിട്ടുണ്ട്. 1999 സെപ്റ്റംബർ 30 എന്നിട്ട് ആദ്യമായിട്ട് പങ്കെടുത്ത പൊതുപരിപാടി ആദ്യമായിട്ട് പങ്കെടുത്തത് സ്കൂളാണ്.
അത് സെപ്റ്റംബർ ഒക്ടോബർ 1 അതിന് ഇങ്ങനെയാണെങ്കിൽ 26 വർഷം പൂർത്തിയാവും. മലർവാടി സംസ്ഥാന ചിത്രകലാ മത്സരത്തിലും മന്മേഘ് പങ്കെടുത്തിട്ടുണ്ട്. ശാസ്ത്രോത്സവത്തിൽ മുഹമ്മദ് അലി കൂടാളി അധ്യക്ഷത വഹിച്ചു. CHM ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ അബ്ദുൾ കരീം P ഉപഹാര സമർപ്പണം നടത്തി. തുടർന്ന് ദിനോസർ ബോയ് എന്ന മലയാള പുസ്തകം ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ സുകുമാർ വയലേരി പരിചയപ്പെടുത്തി. ഇംഗ്ലീഷിൽ രചിച്ച ദ ഗാർഡ് ഓഫ് ദി എൻചാൻറ്റഡ് മെഡലിയൻ എന്ന ഇംഗ്ലീഷ് കൃതി VK അഷ്റഫ് മാസ്റ്ററും പരിചയപ്പെടുത്തി. ഇതോടനുബന്ധിച്ച് 100-ലധികം സ്പീഷീസ് ദിനോസറുകളുടെ ചിത്രങ്ങൾ, കാർട്ടൂൺ, കാരിക്കേച്ചർ, മ്യൂറൽ പെയിന്റിംഗ് എന്നിവ ഉൾക്കൊള്ളുന്ന ചിത്രങ്ങളുടെ പ്രദർശനവും നടന്നു. ജില്ലയിലെ മറ്റ് സ്കൂളുകളിലെ കുട്ടികൾക്ക് ചിത്ര പ്രദർശനം കാണുവാനും ദിനോസറുകളെ കുറിച്ചുള്ള സംശയങ്ങൾ ആരായാനുമുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. മുഹമ്മദ് അലി P, സാഹിറ P, ആരിഫ് PP, മഹമ്മൂദ് PC, ശ്രീജ AK, വിനോദ് കുമാർ KP, കൃഷ്ണകുമാർ KM തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ശാസ്ത്ര, ഗണിതശാസ്ത്ര വിഭാഗങ്ങളിൽ തത്സമയ മത്സരവും നടന്നു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണ്ണവില ഗ്രാമിന് 5490 രൂപ, പവന് 43,920 രൂപ, വെള്ളി 78 രൂപ. അറിയിപ്പ്. സീറ്റ് ഒഴിവ്. സർവേയും ഭൂരേഖയും വകുപ്പിന് കീഴിൽ ആന്തൂരിൽ പ്രവർത്തിക്കുന്ന സർവേ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒക്ടോബർ 3 മുതൽ തുടങ്ങുന്ന ഇലക്ട്രോണിക്സ് ടോട്ടൽ സ്റ്റേഷൻ, GPS കോഴ്സ്, RTK ലെവലിംഗ്, കോണ്ടറിംഗ് എന്നിവയുടെ മോഡേൺ സർവേ കോഴ്സിൽ സീറ്റ് ഒഴിവുണ്ട്. 30 ദിവസത്തെ കോഴ്സിന് SSLC, 52 ദിവസത്തെ കോഴ്സിന് ITI സർവേ അഥവാ സിവിൽ ഡിപ്ലോമ, ചെയിൻ സർവേ, VHSC സർവേ എന്നിവയിൽ ഏതെങ്കിലും യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. വെറ്ററിനറി ബിരുദധാരികളെ നിയമിക്കുന്നു. മൃഗസംരക്ഷണ വകുപ്പ് എടക്കാട്, തളിപ്പറമ്പ്, പയ്യന്നൂർ, ഇരിക്കൂർ, തലശ്ശേരി ബ്ലോക്കുകളിൽ വൈകിട്ട് 6 മുതൽ രാവിലെ 6 മണി വരെ വീട്ടുപടിക്കൽ മൃഗചികിത്സാ സേവനത്തിന് വെറ്ററിനറി ബിരുദധാരികളെ നിയമിക്കുന്നു. രാത്രികാല മൃഗചികിത്സാ സേവനത്തിന് താൽപ്പര്യമുള്ളവർ KVC രജിസ്ട്രേഷൻ, ബിരുദം എന്നിവയുടെ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പും സഹിതം സെപ്റ്റംബർ 18 രാവിലെ 11 മണിക്ക് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവണം. കെൽട്രോണിൽ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ. വിവിധ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് കെൽട്രോൺ അപേക്ഷ ക്ഷണിച്ചു. SSLC, +2, VHSC ഡിപ്ലോമ, ഡിഗ്രി പാസ്സായവർക്ക് സെപ്റ്റംബർ 20 വരെ അപേക്ഷിക്കാം. ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, മൾട്ടിമീഡിയ ആൻഡ് ആനിമേഷൻ, ഹാർഡ്വെയർ ആൻഡ് അഡ്വാൻസ് നെറ്റ്വർക്കിംഗ്, മെഷീൻ ലേണിംഗ് യൂസിംഗ് പൈത്തൺ, ഇന്റീരിയർ ഡിസൈനിംഗ്, ഫയർ ആൻഡ് സേഫ്റ്റി തുടങ്ങിയ കോഴ്സുകളിലേക്കും അപേക്ഷിക്കാം. ടൈലർ സർട്ടിഫിക്കറ്റ് കോഴ്സ്. ചെണ്ടയാട് ജവഹർ നവോദയ വിദ്യാലയത്തിൽ കേന്ദ്ര സർക്കാർ സ്കിൽ മിനിസ്ട്രിയുടെ കീഴിൽ 6 മാസത്തെ സെൽഫ് എംപ്ലോയിഡ് ടൈലർ സർട്ടിഫിക്കറ്റ് കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. 18-നും 45-നും ഇടയിൽ പ്രായമുള്ള 8ാം ക്ലാസ് പാസ്സായതും ഡിഗ്രി കഴിയാത്തതുമായ സ്ത്രീകൾക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ സെപ്റ്റംബർ 18, 19 തീയതികളിൽ ആധാർ കാർഡ്, ഫോട്ടോ എന്നിവ സഹിതം വിദ്യാലയ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യണം. EPF പരാതി പരിഹാര സമ്പർക്ക പരിപാടി 28-ന്. എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ടുമായി ബന്ധപ്പെട്ട നിധി താങ്കൾക്കരികെ ജില്ലാ വ്യാപന പദ്ധതി. ഗുണഭോക്താക്കൾക്കായുള്ള പരാതി പരിഹാര സമ്പർക്ക പരിപാടി സെപ്റ്റംബർ 28-ന് നടക്കും. കൂത്തുപറമ്പ് വീവേഴ്സ് സഹകരണ സംഘം ഹാൾ, കാസർഗോഡ് കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാൾ എന്നിവിടങ്ങളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് പരിപാടി. EPF അംഗങ്ങൾ, തൊഴിലുടമകൾ, EPS പെൻഷൻമാർ, തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ എന്നിവർക്ക് ഒരേ സമയം വിവര കൈമാറ്റവും പരാതി പരിഹാരവും ഈ പരിപാടിയിലൂടെ സാധിക്കും. പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ ആവശ്യമായ രേഖകൾ സഹിതം എത്തിച്ചേരുക. സ്വയം തൊഴിൽ വായ്പയ്ക്ക് അപേക്ഷിക്കാം. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ പട്ടികജാതിയിൽപ്പെട്ട യുവതി യുവാക്കൾക്കായി നടപ്പിലാക്കുന്ന ലഘു വ്യവസായ യോജന പദ്ധതിയിൽ സ്വയം തൊഴിൽ വായ്പ അനുവദിക്കുന്നതിനായി ജില്ലയിലെ തൊഴിൽ രഹിതരായ യുവതി യുവാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പരമാവധി 2 മുതൽ 4 ലക്ഷം രൂപയാണ് വായ്പ അനുവദിക്കുന്നത്. അപേക്ഷകർ 18-നും 55-നും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം. കുടുംബവാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ കവിയരുത്. മേട്രൺ കം റെസിഡന്റ് ട്യൂട്ടർ നിയമനം. പട്ടികജാതി വികസന വകുപ്പിന്റെ മയിലെ ആൺകുട്ടികളുടെ പ്രീ മെട്രിക് ഹോസ്റ്റലിൽ വിദ്യാർത്ഥികളുടെ രാത്രികാല മേൽനോട്ട ചുമതലകൾക്കായി മേട്രൺ കം റെസിഡന്റ് ട്യൂട്ടർമാരെ നിയമിക്കുന്നു. വൈകിട്ട് 4 മുതൽ രാവിലെ 8 മണി വരെയാണ് പ്രവൃത്തി സമയം. യോഗ്യത ബിരുദം, B.Ed. താൽപ്പര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം സെപ്റ്റംബർ 21 രാവിലെ 10 മണിക്ക് ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ ഹാജരാവണം. റേഷൻ കട സ്ഥിരം ലൈസൻസി അപേക്ഷ ക്ഷണിച്ചു. കണ്ണൂർ ജില്ലയിൽ സ്ഥിരമായി ലൈസൻസ് റദ്ദ് ചെയ്ത റേഷൻ കടകൾ സ്ഥിരം ലൈസൻസി നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. SSLC പാസ്സായ ഭിന്നശേഷി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷിക്കാം.
അപേക്ഷകൾ ഒക്ടോബർ 13 വൈകുന്നേരം 3 മണിക്ക് മുമ്പായി ജില്ലാ സപ്ലൈ ഓഫീസിൽ ലഭിക്കണം. തളിപ്പറമ്പ് താലൂക്കിൽ PWD വിഭാഗത്തിന് സംവരണം ചെയ്ത ARD നമ്പർ 64, SC വിഭാഗം ARD നമ്പർ 134, ST വിഭാഗം ARD നമ്പർ 286 എന്നിവയാണ് റേഷൻ കാർഡുകൾ. വിശദ വിവരങ്ങൾക്ക് ജില്ലാ സപ്ലൈ ഓഫീസുമായോ താലൂക്ക് സപ്ലൈ ഓഫീസുമായോ ബന്ധപ്പെടണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിത്രലേഖ വീണ്ടും ഉപവാസ സമരത്തിൽ. ഓട്ടോ കത്തിച്ച പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. സമരത്തിന് പിന്തുണയുമായി വിവിധ ദളിത് സംഘടനാ നേതാക്കളും രംഗത്ത്. ആദ്യം മാറേണ്ടത് മുഖ്യമന്ത്രി തന്നെ, പിന്നീട് മറ്റുള്ളവരെ മാറ്റേണ്ട കാര്യം ആലോചിക്കണമെന്ന് കെ സുധാകരൻ. മന്ത്രിസഭാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയവെയായിരുന്നു സുധാകരന്റെ പ്രതികരണം. ഇത്തിരി സഹായം ഒത്തിരി വെളിച്ചം. നിർധന വീടുകളിൽ വെളിച്ചമെത്തിച്ച് KEWSA. ഇത് 10 വർഷത്തെ മാതൃകാപരമായ സേവനം. 40 വീടുകളിൽ പ്രകാശിക്കുന്നത് നന്മയുടെ തെളിച്ചം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.